എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് ആർക്കും വേണമെങ്കിലും കഴിക്കാം. നമ്മൾ ഷുഗറോ ഒന്നും ചേർക്കാതെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഈ ചുട്ടുകൊള്ളുന്ന ചൂടിൽ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഈ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും ആവശ്യമില്ല. അല്ലാതെയാണ് നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ സെർവ് ചെയ്യാനാണെങ്കിൽ കൂടെ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ താമരവിത്താണ് എടുത്തേക്കുന്നത്. റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. 8 പീസോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 8 പീസോളം ആൽമണ്ട്സും വാൾനട്ട് ഒരു 4 പീസോളം എടുത്തിട്ടുണ്ട്. ഇവ നമുക്കൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് പാലിൽ സോക്ക് ചെയ്ത് വെച്ചാലും നല്ലതാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് ഒരു അരക്കപ്പ് അളവിൽ ചൗരി ആവശ്യമുണ്ട്. ചൗരി ഞാനൊരു അരമണിക്കൂർ കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചൗരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചൗരിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുക്കുന്നത്. ചൗരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ 2-3 തവണയൊന്ന് കഴുകി അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡേറ്റ്സും ലോട്ടസിൻ്റെ സീഡുണ്ടല്ലോ, അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ക്യാരറ്റും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ലേശം പാലും കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അരക്കപ്പളവിൽ പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പാൽ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാലിൻ്റെ കൂട്ടാണ് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അരച്ചെടുത്ത കൂട്ട് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ഉണ്ടല്ലോ, ചൗരിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചൗരി ഒരു കട്ട പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ വേവിച്ചൊക്കെ വെള്ളമൊക്കെ വാർന്ന് എടുത്തിരിക്കുന്ന ചൗരിയാണല്ലോ. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കിന് ചൗരിയെല്ലാം നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് മിക്സായി കിട്ടുകയും ചെയ്യും ഈസി ആയിട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് മാങ്ങായും ആപ്പിളും അതുപോലെ തന്നെ ഒരു റോബസ്റ്റ പഴവും കുറച്ച് അനാറുമാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതുമായ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മധുരം കാണും. പിന്നീട് നമ്മൾ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ. ഡയബറ്റിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ അളവിലൊക്കെ മാങ്ങ പഴുത്തത് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നല്ല തണുത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തതുകൊണ്ട് പിന്നീട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുന്നില്ല. അല്ലാതെ നിങ്ങൾ നോർമലായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇവയെല്ലാം കൂടെ ചേർത്ത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ച ശേഷം ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയാണിത്. വളരെയധികം ആരോഗ്യ ഗുണം ഉള്ളത് തന്നെയാണ് ഈ ലോട്ടസ് സീഡ്. അപ്പോൾ ലോട്ടസ് സീഡൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുക്കുമ്പോൾ വളരെ ഹെൽത്തിയാണ്. നമ്മൾ പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും ഇവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. ഇവിടെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ചൗരിയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഈ ചൂടത്തൊരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ടൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ കിടു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്വീറ്റ്നെസ് ഒക്കെ ഇത് പോരാന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നാച്ചുറലായിട്ടുള്ള ഹണിയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.